നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ശത്രുക്കളെ അകറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഈ വ്യക്തി ഇതാ വരുന്നു. അതെ, തീർച്ചയായിട്ടും റിയൂണിയനെയും റീകൺസിലേഷനെയും സൂചിപ്പിക്കുന്ന വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ വായനയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം പൂർവികരുടെ അനുഗ്രഹം കൈവന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ഈ പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതും നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും പൂർവികർ തന്നെയാണ്. ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ തങ്ങളുടെ പൂർവികർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവങ്ങൾക്കോ വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നുണ്ടാകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർവികർ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത്തരം ഊർജമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ അധികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഊർജമാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ വ്യക്തിയിലേക്ക് വരുന്നതോടുകൂടി അത് ഈ പ്രണയബന്ധത്തിലേക്കും അതുപോലെ നിങ്ങളിലേക്കും അത്തരം പ്രൊട്ടക്ഷൻ ഊർജം, അതായത് സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഊർജം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ വളരെയധികം ആഴത്തിൽ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ളതും കല്യാണത്തെക്കുറിച്ച് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ആഡംബരമായിട്ടുള്ള അല്ലെങ്കിൽ കൊട്ടും കുരവയും ഒക്കെയായി മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷത്തോടെ കല്യാണം കഴിക്കുന്ന ഒരു രീതിയാണ്, അത്തരം മാനിഫെസ്റ്റേഷനാണ് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്നത്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായി തന്നെയാണ് കാണപ്പെടുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ പലപ്പോഴും നിശബ്ദമായി കൊണ്ടാണ് കാര്യങ്ങളെ ഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചും മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ചും ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തി നിശബ്ദമായി ഇരുന്നു കൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് തിട്ടപ്പെടുത്തി വെക്കുന്നു. ഇത്രയും കാലം ഒരു ഉന്നമനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധമില്ലാത്ത രീതിയിലാണ് ഈ പ്രണയബന്ധം മുന്നോട്ട് പോയിക്കൊണ്ട് നിന്നിരുന്നത്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇടയിൽ കയറി വരാം, ഒരു തേർഡ് പാർട്ടിയായി വരാം, ഒരു ദുശകുനം പോലെ ആർക്ക് വേണമെങ്കിലും ഒരു നെഗറ്റീവായി ഈ പ്രണയബന്ധത്തെ തകർക്കാം എന്നിങ്ങനെയുള്ള നിങ്ങൾ രണ്ടുപേരും, അതായത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ യാതൊരു തരത്തിലുമുള്ള ഒരു കണക്ഷൻ, മാനസികപരമായിട്ടും യാതൊരു തരത്തിലും ഒരു കണക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നെഗറ്റീവായിട്ടുള്ള ശത്രുക്കളാണ് ഈ പ്രണയബന്ധത്തെ വളരെയധികം നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയത് അല്ലെങ്കിൽ തകർത്തെറിയപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടില്ല ഈ പ്രണയബന്ധം ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അപ്രതീക്ഷിതമായി ശത്രുക്കൾ ഈ ഒരു പ്രണയബന്ധത്തെ നശിപ്പിച്ചു കളഞ്ഞത്. ഇതിൽ നിന്നും എങ്ങനെ പുറത്തെടുക്കാൻ അല്ലെങ്കിൽ പുറത്തു വരുവാൻ സാധിക്കും എന്നുള്ള ചിന്താഗതിയിലായിരുന്നു നിങ്ങൾ രണ്ടുപേരും. ഒരുപക്ഷെ ഈ വ്യക്തിയേക്കാൾ കൂടുതൽ പേടിച്ചിട്ടുള്ളതും മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അത്രയും ഒരു സംരക്ഷണ ബോധം പോലും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം തന്നിഷ്ടപ്രകാരം അഹങ്കാരപൂർണമായിട്ടും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തുമായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ നിങ്ങളുടെ പൂർവികർ തന്നെ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണീര് തുടക്കുവാനും നിങ്ങളുടെ മനസ്സിലെ സങ്കടം തിരിച്ചറിയുവാനും ഈ പ്രണയബന്ധത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയെടുക്കുവാനും ശത്രുക്കളെ എന്നേക്കുമായി അകറ്റി നിർത്താനുമൊക്കെ പുതിയ പുതിയ പദ്ധതികളാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വരുവാൻ പോകുന്നത്. ഇവിടെ പല സത്യങ്ങളും മറഞ്ഞു കിടക്കുന്നു. അത് ചുരുളഴിയാതെ ഇന്നും മറഞ്ഞു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തി ഭയപ്പെടുന്നതും ശത്രുക്കളെ തന്നെയായിരുന്നു. പക്ഷെ ആ ഭയത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചിന്താഗതിയിലേക്കാണ് ഇപ്പോൾ ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള കൊടുങ്കാറ്റ് പോലെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായി കാണപ്പെടുന്നു. ആ പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹരിക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പുറപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയുടെ ഊർജത്തിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത്.
നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം സന്തോഷിച്ചും മാനിഫെസ്റ്റ് ചെയ്തും പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കല്യാണം തന്നെയാണ്. ആ കല്യാണം നിങ്ങൾ രണ്ടുപേരുടെയും സോള് നല്ല രീതിയിൽ തന്നെ ആകർഷിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു, ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചിന്താഗതികളിലും സ്വപ്നങ്ങളിലും നേരിട്ടോ അല്ലാതെയോ ഉള്ള ദർശനങ്ങളിലും അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴോ പൂർവികരോട് പ്രാർത്ഥിക്കുമ്പോഴോ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കാര്യം വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന കാര്യത്തിൽ ഒരുപാട് വ്യക്തികൾ ഇവിടെ തടസ്സം നിന്നിരുന്നതായിട്ടും നമുക്കിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവിടെ വേണ്ടുന്നത്ര രീതിയിൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനോ ഇത് പരിപാലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ പേഴ്സൺ ശ്രമിച്ചിരുന്നില്ല. ഈ പേഴ്സൺ പല കാര്യങ്ങളിൽ തന്നെ തിരക്കിലായി പോയത് കൊണ്ട് തന്നെ ഈ പ്രണയബന്ധം താറുമാറായി പോയതുപോലും ഈ പേഴ്സൺ അറിഞ്ഞിട്ടില്ല. പലപ്പോഴും നിങ്ങളുടെ ഫോൺ കോളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദമോ സംസാരമോ ഒന്നും കേൾക്കാതെയാകുമ്പോൾ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വരികയോ നിങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പ്രണയബന്ധം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തകർന്നു പോവുകയും അതിലൂടെ അല്ലെങ്കിൽ അതേ ഗ്യാപ്പിലൂടെ വിടവിലൂടെ ചില വേണ്ടാത്ത ശത്രുക്കൾ കയറി വരികയും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തപ്പോഴാണ് ഈ പേഴ്സൺ ഈ പ്രണയബന്ധത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഒരു നാണയത്തിന് രണ്ട് പുറമുണ്ട് എന്ന് പറയുന്നത് പോലെ ശത്രുക്കൾ വന്നപ്പോൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപാട് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ ശത്രുക്കളിലൂടെ മാത്രമാണ് ഈ വ്യക്തിക്ക് ദുഷ്ടശക്തികൾ ഏത്, നന്മ നിറഞ്ഞ വ്യക്തികൾ ഏത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ശത്രുക്കളിലൂടെ ഈ പേഴ്സൺ തീർത്തും മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ നന്മ തന്നെയാണ്. നിങ്ങൾ എത്രമേൽ ഭേദമായ വ്യക്തികളാണ്, നിങ്ങളുടെ സ്നേഹം എത്രത്തോളം പരിശുദ്ധമാണ്, തീവ്രത നിറഞ്ഞതാണ്. ഈ ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വഴിത്തിരിവുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രണയബന്ധം നശിച്ചു പോകാനൊന്നും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ പരിപാലിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എത്രമാത്രം ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ പറ്റുമോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, മുന്നോട്ടുള്ള പദ്ധതികൾ എത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യാൻ സാധിക്കുമോ, ആരുടെയൊക്കെ സഹായം തേടണമോ, ഇതെല്ലാം തന്നെ ഈ വ്യക്തി ചെയ്യുന്നതായിരിക്കും. ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നിക്കണമെങ്കിൽ ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ത്യജിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ സമൂഹപരമായിട്ട് നോക്കുമ്പോഴുള്ള വിശ്വാസങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങളെ, ജീവിത രീതികളെ ആയിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്, അതിനെ മറികടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ വ്യക്തി തീർത്തും നിശബ്ദമായിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ശത്രുക്കളുടെ മുന്നിൽ നിശബ്ദമായി ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ കൈകളിലായിരിക്കും ഈ വ്യക്തിയുടെ ജീവിതം എന്നുള്ള ചിന്താഗതിയും തിരിച്ചറിവും ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ മാലകമാർ പോലും പീസ്ഫുൾ റെസല്യൂഷനും യെസ് എന്ന് പറയുന്ന സന്ദേശവുമാണ് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ കുറിച്ച് വിചാരിക്കുന്ന പരിപൂർണമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണോ അത് യെസ് എന്ന് തന്നെയാണ് മാലാഖമാര് പറയുന്നത്. അതായത് തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നടത്തിയിരിക്കും. അതുപോലെ കിങ് ഓഫ് വാട്ടറും ക്യൂൻ ഓഫ് വാട്ടറുമാണ് ഇന്നത്തെ വായനയിൽ ഏറ്റവും ഹൈ വൈബ്രേഷൻ ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വെള്ളത്തിന്റെ രാജകുമാരൻ രാജകുമാരി, ജലത്തിന്റെ രാജകുമാരൻ രാജകുമാരി, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ്, ഊർജത്തിലാണ് ഇന്നത്തെ വായന എത്തി നിൽക്കുന്നത്. അപ്പോൾ അത് തീർത്തും നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും ഉദ്ദേശിക്കുന്ന എനർജി തന്നെയാണ്. അതുമാത്രമല്ല ഇവിടെ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരിക്കും, തീർച്ചയാണത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ നിങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്കും ഈ വ്യക്തിക്കും കൂട്ടായി മറ്റുള്ളവർ കൂടി വരുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പൊ തീർത്തും ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നിസ്സഹായമായിട്ട് നിന്നിരുന്ന സാഹചര്യം എന്താണോ ആ സാഹചര്യം എല്ലാം മാറിക്കൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും മുന്നോട്ട് പോസിറ്റീവായി കൊണ്ടുപോകാനും ഒക്കെ മറ്റുള്ളവർ വന്നിട്ടുണ്ട് എന്നാണ് കാണപ്പെടുന്നത്. അധികം വൈകാതെ ആ സഹായിക്കാനുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പ്രണയ സന്ദേശത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായി അകന്നു നിന്നപ്പോഴാണ് ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായത് എന്നാണ് ആദ്യത്തെ പ്രണയ സന്ദേശത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി പല കാര്യങ്ങളിലും നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം വേദനിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അകന്നു പോയപ്പോൾ ഈ വ്യക്തി സന്തോഷത്തിലല്ല എന്നുള്ളത് പറയുന്നുണ്ട്.
അതുപോലെ നിങ്ങളുടെ ഫോൺ കോളിനും നിങ്ങളുടെ ശബ്ദം കേൾക്കുവാനും ഈ വ്യക്തി കൊതിച്ചിരിക്കുകയാണ്. മൊബൈൽ ഫോണിലൂടെയോ നേരിട്ടോ അല്ലാതെയോ നിങ്ങളുടെ ശബ്ദം കേൾക്കുവാനും നിങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാനും അനുഭവിച്ചറിയുവാനും ഒക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. ഇത്രയുമാണ് പ്രണയ സന്ദേശങ്ങളായി ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഗോഡ് ബ്ലസ് യു.